കൃഷി മാസ്റ്ററിൻ്റെ പുതിയൊരു ലക്കത്തിലേക്ക് എല്ലാവർക്കും സ്വാഗതം. നമ്മുടെയൊക്കെ അടുക്കള മുറ്റത്തും പറമ്പിലുമൊക്കെയായി ഈ ഒരു മഴ സമയത്ത് അനാവശ്യമായി ധാരാളം വളർന്നു നിൽക്കുന്ന പുല്ലുകൾ വലിയ ഒരു തലവേദന തന്നെയാണ്. നമ്മൾ പറിച്ചു കളഞ്ഞാലും അത് പിന്നെയും ശക്തിയായി തന്നെ മുളച്ചു വരും. ഇത്തരം പുല്ലുകളെ കെമിക്കലൊന്നും ഉപയോഗിക്കാതെ തന്നെ, അതേപോലെ പരിസ്ഥിതിക്കൊന്നും ദോഷം വരാത്ത വിധത്തിൽ തികച്ചും ജൈവ രീതിയിൽ പുല്ലുകളെല്ലാം ഉണക്കിക്കളയാൻ ചില എളുപ്പ വഴികളുണ്ട്. നാം നട്ടു വളർത്തുന്ന ചെടികൾക്കോ ജീവജാലങ്ങൾക്കോ ഒട്ടും ദോഷം വരാത്ത വിധത്തിൽ നമുക്ക് തന്നെ ഇതിനായിട്ട് പ്രത്യേകിച്ച് പൈസ ഒന്നും ചിലവാക്കാതെ തയ്യാറാക്കാൻ പറ്റുന്ന ചില മാർഗങ്ങളാണ് ഇന്ന് ഞാൻ നിങ്ങളുമായി ഷെയർ ചെയ്യുന്നത്. അപ്പോൾ നമ്മുടെ വീടുകളിൽ ലഭ്യമായ സാധനങ്ങൾ വെച്ച് ഉണ്ടാക്കാവുന്ന ശക്തമായ ഒരു ഓർഗാനിക് ഹെർബിസൈഡാണിത്. ഇനി തയ്യാറാക്കുമെന്ന് നോക്കാം. അതിന് നമുക്ക് ആദ്യം തന്നെ വേണ്ടത് വിനാഗിരിയാണ്. വിനാഗിരി എന്തായാലും നമ്മുടെയൊക്കെ വീടുകളിൽ ഉണ്ടാവാതിരിക്കില്ല. പിന്നെ രണ്ടാമതായി വേണ്ടത് ഉപ്പാണ്. കല്ലുപ്പായാലും പൊടിയുപ്പായാലും കുഴപ്പമില്ല. ഞാനിവിടെ പൊടിയുപ്പാണ് ഉപയോഗിക്കുന്നത്. പിന്നെ മൂന്നാമതായി നമുക്ക് വേണ്ടത് സോപ്പ് പൊടിയുമാണ്. ഈ 3 ചേരുവകളും നമ്മുടെ വീട്ടിലുണ്ടാവാറുള്ള സാധനങ്ങളാണ്. അപ്പോൾ ഈ ഒരു 3 ഐറ്റം വെച്ച് എങ്ങനെയാണ് ഇത് തയ്യാറാക്കുന്നതെന്ന് പറയാം. ആദ്യം തന്നെ 1/2 ലിറ്റർ വിനാഗിരി ഒരു സ്പ്രേ ബോട്ടിലേക്ക് നേരിട്ട് ഒഴിച്ചു കൊടുക്കുകയാണ്. രണ്ടാമതായി 4 സ്പൂൺ ഉപ്പ് പൊടിയും ബോട്ടിലിൽ ഒഴിച്ചു വെച്ച വിനാഗിരിയിലേക്ക് ഇട്ട് കൊടുക്കുന്നുണ്ട്. ഇനി അവസാനമായി സോപ്പ് പൊടി ഒരു 2 സ്പൂൺ അളവിൽ ബോട്ടിലേക്ക് ചേർത്ത് കൊടുക്കുകയാണ്. ഇനി ഇതെല്ലാം കൂടി നല്ലപോലെ ഒന്ന് കുലുക്കി മിക്സാക്കി എടുക്കണം. വിനാഗിരിയും സോപ്പ് പൊടിയും ഉപ്പും എല്ലാം കൂടി നല്ലപോലെ മിക്സായി കിട്ടട്ടെ. സോപ്പ് പൊടി ചേർത്തതുകൊണ്ട് മിശ്രിതം തളിച്ചു കൊടുക്കുമ്പോൾ ഇലകളിലെല്ലാം നല്ലപോലെ പറ്റിപ്പിടിക്കാൻ സഹായിക്കും. ഇനി കാട് പോലെ വളർന്നു നിൽക്കുന്ന പുല്ലിൻ്റെ മുകളിലേക്ക് അടിച്ചു കൊടുത്തോളൂ. മഴയില്ലാത്ത സമയത്ത് വേണം നമുക്കിത് അടിച്ചു കൊടുക്കാൻ. പുല്ലിൽ സ്പ്രേ ചെയ്തിട്ട് 2 മണിക്കൂർ നേരമെങ്കിലും മഴ പെയ്യാതെ കിട്ടിയാൽ ശരിക്കും ഉപയോഗപ്പെടും. ഞാനിവിടെ പറഞ്ഞത് 1/2 ലിറ്റർ വിനാഗിരിയിലേക്കുള്ള കീടനാശിനിയുടെ അളവാണ്. ഈ ഒരു റേഷ്യോ വെച്ച് നിങ്ങൾക്ക് കൂടുതലായോ കുറവോ ഒക്കെ ഉണ്ടാക്കാവുന്നതാണ്. ഇത് സ്പ്രേ ചെയ്ത് ഒരു ദിവസം കൊണ്ടൊന്നും ഒന്നും സംഭവിക്കാൻ പോണില്ല. സ്പ്രേ ചെയ്തതിന് ശേഷം 3 ദിവസമെങ്കിലും കഴിയണം പുല്ലിൽ എന്തെങ്കിലും മാറ്റങ്ങൾ കാണണമെങ്കിൽ. ഇപ്പോൾ നമ്മൾ പുല്ലിൽ സ്പ്രേ ചെയ്ത് കൊടുത്തിട്ട് 3 ദിവസം കഴിഞ്ഞിരിക്കുകയാണ്. എന്തായാലും ഒന്ന് പോയി നോക്കാം. 3 ദിവസം കഴിഞ്ഞപ്പോൾ തന്നെ പുല്ലിൻ്റെ അഗ്രഭാഗങ്ങളിൽ ഒരു പഴുപ്പ് ബാധിച്ച പോലെ മഞ്ഞ കളർ വ്യാപിച്ചിട്ടുണ്ട്. അതുമാത്രമല്ല, നല്ല കരുത്തായി നിന്ന പുല്ലുകളൊക്കെ ചെരിഞ്ഞു വീണ അവസ്ഥയിലാണ് ഇപ്പോൾ കാണാൻ കഴിയുന്നത്. ബാക്കിയുണ്ടായിരുന്ന മിശ്രിതം ഒരിക്കലൂടെ ഞാൻ സ്പ്രേ ചെയ്ത് കൊടുത്തിരുന്നു. ഇപ്പോൾ 5 ദിവസമായപ്പോൾ എല്ലാ പുല്ലുകളും കട ചീഞ്ഞ് ഉണക്കം ബാധിച്ചിരിക്കുന്നു. ഇടക്കിടക്കൊക്കെ മഴ പെയ്തിട്ട് പോലും ഇത്ര നല്ല റിസൾട്ടാണ് നമുക്ക് കിട്ടിയത്. കഴിയുന്നതും മണ്ണിലൊന്നും ആകാതെ ഇലകളിൽ മാത്രമാണ് ഞാൻ സ്പ്രേ ചെയ്ത് കൊടുത്തത്. ഇത് സക്സസ് ആയി കണ്ടപ്പോൾ ഞാൻ മറ്റു സ്ഥലത്തും സ്പ്രേ ചെയ്ത് കൊടുത്തിട്ടുണ്ട്. ഇതല്ലാതെ മറ്റൊരു മാർഗമുള്ളത്, പുല്ലുകൾ വളർന്നു നിൽക്കുന്ന ഭാഗത്ത് കട്ടിയുള്ള പ്ലാസ്റ്റിക് ഷീറ്റ് കൊണ്ടോ അല്ലെങ്കിൽ കട്ടിയുള്ള കാർഡ്ബോർഡ് കൊണ്ടോ പുല്ലുകൾ പൂർണ്ണമായും മൂടിയിടുക. ഷീറ്റ് പറന്നു പോവാതിരിക്കാൻ കല്ലുകളോ എന്തെങ്കിലും വെച്ച് കൊടുക്കണം. ഇങ്ങനെ ചെയ്യുമ്പോൾ പുല്ലിലേക്ക് സൂര്യപ്രകാശവും വായുവും കിട്ടാതാവുകയും ഉള്ളിലെ ചൂട് വർദ്ധിക്കുകയും 2-3 ആഴ്ച കൊണ്ട് പുല്ലും അതിൻ്റെ വേരും വിത്തുകൾ ഉൾപ്പെടെ ഉണങ്ങിപ്പോകും. പുല്ലുകൾ വളർന്ന് അതിൻ്റെ വിത്തുകൾ ഉണ്ടാകുന്നതിന് മുമ്പായി നമ്മൾ മുകളിൽ പറഞ്ഞ 2 കാര്യങ്ങളും ചെയ്യാൻ ശ്രദ്ധിക്കണം. അപ്പോൾ നമ്മുടെ വീട്ടുവളപ്പിൽ ഇതേപോലെ കാട് പിടിച്ച് പാമ്പിനും മറ്റ് ഇഴജീവികൾക്കുമൊന്നും ഒളിത്താവളമായി മാറ്റാതെ ഇതുപോലെ ഒന്ന് ചെയ്തു നോക്കുക. രാസകീടനാശിനികളൊന്നും ചേർക്കാതെ തന്നെ പുല്ലുകൾ നമുക്ക് ഉണക്കിയെടുക്കാവുന്നതാണ്. ഇനി ഉപ്പ് ചേർക്കുന്നതുകൊണ്ട് മണ്ണിന് ദോഷമാണെന്ന് തോന്നുന്നുണ്ടെങ്കിൽ സ്പ്രേ ചെയ്യുമ്പോൾ ഞാൻ ചെയ്ത പോലെ മണ്ണിലാവാതെ പുല്ലിൻ്റെ അഗ്രഭാഗത്ത് മാത്രം സ്പ്രേ ചെയ്ത് കൊടുത്താൽ മതി. അപ്പോൾ നിങ്ങളുടെ മുറ്റത്തും പുല്ല് വളർന്ന് ശല്യമാകുന്നുണ്ടെങ്കിൽ ഇതേപോലെ ചെയ്തു നോക്കൂ. 5 ദിവസം ആകുമ്പോൾ തന്നെ പുല്ലുകൾ വേരോട് ഉണങ്ങിപ്പോകുന്നത് കാണാൻ പറ്റും. അപ്പോൾ വീഡിയോ നിങ്ങൾക്ക് ഉപകാരപ്രദമെന്ന് കരുതട്ടെ. ഇനി മറ്റൊരു കൃഷി ടിപ്സുമായി വീണ്ടും കാണാം. ഓക്കെ, താങ്ക് യു.